ഓക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മായവിന്റെ പുറത്ത് കയറാം കുറച്ച്. നമ്മളെ ആസ് എ ട്രേഡർ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ടെക്നിക്കൽ അനാലിസിസ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും ബേസിക് കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് അല്ലെങ്കിൽ കാൻഡിൽ അനാലിസിസ് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക് സൈക്കോളജി എന്നൊക്കെ പറയുന്നതിന്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മാർക്കറ്റ് കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ ബിഗിനർ ആയാലും ഇപ്പോ ട്രേഡ് ചെയ്യുന്നവരായാലും എല്ലാവർക്കും അറിയാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. മാർക്കറ്റ് എപ്പോഴും ഒരു ഡയറക്ഷനിലല്ല പോവുക. ചില സമയങ്ങളിൽ മുകളിലേക്കാവും പോവുക, ചില സമയങ്ങളിൽ താഴത്തേക്കാവും വരിക. അത്തരത്തില് അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ മാർക്കറ്റും. ഇപ്പൊ ഇത് ഏതൊരു അസറ്റ് ആയാലും നമുക്ക് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് അവിടെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് ലോകത്തിലുള്ള ഏതൊരു മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഏതൊരു മാർക്കറ്റിലും നമുക്ക് ഈ ഒരു കാര്യം മാത്രമാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ്. നമ്മള് ഇങ്ങനെയാണ് ഞാൻ ഈ പ്രസന്റേഷനിൽ നമ്മുടെ ഈ പേജിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പിക്ചർ പോലെയാണ് നമ്മുടെ മാർക്കറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് എപ്പോഴും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആരാ മെസ്സേജ് അയച്ചെടുക്കണേ? ഇത് എത്ര മണി വരെ ഉണ്ടാകും ഈ മീറ്റിംഗ്? ബ്രോ, മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പറയുന്നതിനനുസരിച്ചിരിക്കും. ഒരു 9:30 പിടിച്ചോ. ചിലപ്പോ അതിന് മുന്നേ തീരാം. ഓക്കെ, ഓക്കെ. അപ്പോ ഇത്തരത്തില് റെഡ് ആൻഡ് ഗ്രീൻ ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുവിധം എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലായാലും എല്ലാത്തിലും നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ്. ഇത് മുകളിലേക്ക് പോകണു, താഴത്തേക്ക് വരുന്നു, മുകളിലേക്ക് പോകണു, താഴത്തേക്ക് വരുന്നു. എന്താ ഈ സംഭവം നമ്മള് ചിലപ്പോ നമ്മളുടെ ഒരു ഇതില് നമ്മൾ കുറച്ച് സ്വന്തമായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും ഈ മാർക്കറ്റ് ഇത്തരത്തിലാണ് പോണത്. ഇത്തരത്തിൽ ക്യാൻഡിൽസ്, ഇതിനെ ക്യാൻഡിൽസ് എന്നാണ് പറയണത്. ഇത്തരത്തിൽ 2 ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോ ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയണത്. ഇങ്ങനെ റെഡും ഗ്രീനും ആയിട്ടുള്ള ഈ 2 ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ടാവുള്ളൂ കേട്ടോ. റെഡ് ആൻഡ് ഗ്രീൻ, അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ ചിലപ്പോൾ മാറി എന്നൊക്കെ വരാം. ചിലപ്പോൾ റെഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്ലൂ ഉണ്ടാവാം, അല്ലെങ്കിൽ വൈറ്റും ബ്ലാക്കും ആവാം. അത്തരത്തിൽ 2 ടൈപ്പ് ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിനെ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഈ 2 ടൈപ്പ് ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോ എന്താണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ടെക്നിക്കൽ അനാലിസിസ് എ കാൻഡിൽ സ്റ്റിക് chart or pattern is a movement in price shown graphically on a candlestick chart that some believe can predict a particular market movement. ടെക്നിക്കൽ അനാലിസിസിലെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഇൻ പ്രൈസ് ഷോൺ ഗ്രാഫിക്കലി ഓൺ എ കാൻഡിൽ സ്റ്റിക് ചാർട്ട്. നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. നമുക്കറിയണല്ലോ നമ്മുടെ ചാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസറ്റ്, ഇപ്പൊ നമ്മൾ ഗോൾഡ് ആണ് വാച്ച് ചെയ്യുന്നെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്കാണോ പോണത്, താഴത്തേക്കാണോ വരുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ ഇഞ്ചസ് ഓഫ് പ്രൈസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ടിപ്പ് മൂവ്മെന്റ്സ് വെച്ചിട്ടും നമുക്കറിയണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഫിക്കലി നമ്മുടെ ചാർട്ടിന്റെ അല്ലെങ്കിൽ അസറ്റിന്റെ പ്രൈസിനെ കാണിക്കുന്ന ഒരു ടെക്നിക്കൽ ടൂളാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് നമ്മുടെ കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കാൻഡിൽ സ്റ്റിക് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്
ഓക്കെ ദെൻ. അപ്പോ ഇത്തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക് ചാർട്ട് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി മാർക്കറ്റ് മൂവ്മെന്റ്സിനെ, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കാണോ പോവുക താഴത്തേക്കാണോ പോവുക എന്നൊക്കെ ഉള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയണ ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കാൻഡിൽ സ്റ്റിക് ചാർട്ട് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്താന്ന് പഠിച്ച് കാൻഡിൽസിന്റെ സൈക്കോളജി, ഓരോ കാൻഡിലും എങ്ങനെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ കാൻഡിലും നമ്മളോട് എന്താണ് പറയണത്, മാർക്കറ്റ് നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഇനി നമ്മൾ നമ്മുടെ ഈ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാൻഡിൽസും നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്, മാർക്കറ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ആ ഒരു സൈക്കോളജി ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആവും ട്രേഡിലേക്ക് എൻ്റർ ആവാനും, അല്ലെങ്കിൽ നമ്മൾ പുതിയ ട്രേഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു വേ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്ക് തുറന്നു കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിനെ ചുവട് പിടിച്ചിട്ടുള്ളതാണ്. ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഇന്നത്തെ ക്ലാസ് പക്കയായിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ വരാനായിട്ടുള്ള അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. എന്നാലും ജസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇന്നത്തെ ക്ലാസ് എല്ലാവരും ലെഫ്റ്റ് ആവുക. ഓക്കെ, നമ്മൾ എത്ര നേരം വേണമെങ്കിലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഓക്കെയാണ്, റെഡിയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാൻ നമ്മൾ ഇവിടെ ഉണ്ട്. ഇൻ കേസ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റെക്കോർഡിംഗ് കാണുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റീസിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിലെ അഡ്മിൻസ് നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ മെയിൻ അജണ്ടയിലേക്ക് കിടക്കാം. കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബേസിക് ആണെന്ന് വെച്ച് നമ്മൾ അതിനെ അത്ര സില്ലി ആയിട്ട് എടുക്കരുത്. ഈ കാര്യം വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണ എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഫുൾ ട്രേഡിംഗ് ജേണി ഈ ഒരു കാര്യത്തിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഫോറക്സ് ട്രേഡിംഗ്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൻഡിൽ സൈക്കോളജിയാണ്, അല്ലെങ്കിൽ ഒരു കാൻഡിൽ ഫോർമേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് മാർക്കറ്റിൽ ഏതൊരു അസറ്റ് ആയാലും രണ്ട് ടൈപ്പ് കാൻഡിൽസ് ആണ് ഉള്ളത് എന്ന്, അല്ലെ? ഒന്ന് ഗ്രീൻ കാൻഡിൽ, ഒന്ന് റെഡ് കാൻഡിൽ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഗ്രീനിന്റെയും റെഡിന്റെയും മാത്രമേ പറയുള്ളൂ. ബേസിക് ആയിട്ടുള്ള കാൻഡിൽ കളർ കോമ്പിനേഷൻ ഇതാണ്, ഗ്രീനും റെഡും ആണ്. ഓക്കെ, ചിലപ്പോ നിങ്ങൾ കസ്റ്റം ചെയ്യുമ്പോൾ അത് ബ്ലൂ ബ്ലാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലൂ റെഡ് ആയിട്ടോ ഒക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കാണാം. പക്ഷെ ബേസിക് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റൻസ് ഉള്ള കളർ കോമ്പിനേഷൻ ഓഫ് ദ കാൻഡിൽസ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് റെഡ് ആണ്. ഓക്കെ, ഓക്കെ, സോറി നിങ്ങളെ വോയിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആകുമ്പോൾ നമ്മുടെ ഫ്ലോ കട്ടാവുന്നത്, അതാണ് എനിക്ക് സ്റ്റോപ്പ് ആവുന്നത്. സോറി. നമ്മള് കാൻഡിൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ടു ടൈപ്സ് ഓഫ് കാൻഡിൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഗ്രീൻ ആൻഡ് റെഡ്. ഈ ഗ്രീൻ കാൻഡിലിനെ നമ്മൾ ബേസിക്കലി പറയുന്ന പേര് ബുള്ളിഷ് കാൻഡിൽ എന്നാണ്. ആൻഡ് റെഡ് കാൻഡിലിനെ നമ്മൾ പറയുന്ന പേര് ബെയറിഷ് കാൻഡിൽ എന്നാണ്. ഓക്കെ, പലരും കേട്ടിട്ടുണ്ടാവും ബുള്ളിഷ് ആൻഡ് ബെയറിഷ് കാൻഡിൽസ് ഉണ്ട്, നമുക്ക് രണ്ട് ടൈപ്പ് കാൻഡിൽസ് ഉണ്ട് എന്നുള്ള കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി അതും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ ബുൾസും ഉണ്ട് ബെയേഴ്സും ഉണ്ട്. അതായത് കാളയുണ്ട് കരടിയുണ്ട്. ഈ കാളയുടെ അല്ലെങ്കിൽ ബുൾസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു അസറ്റ് ഉണ്ട്, ഗോൾഡ് നമ്മുടെ അസറ്റ് ആണെന്ന് വെക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ ഗോൾഡ് ആണ് അസറ്റ് എന്ന് വെക്കാം. ഈ ഗോൾഡിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ടീമിനെ, അതായത് ബയ്യേഴ്സ്,
അതായത് ബയേഴ്സ് കൂടുതൽ ഉണ്ടെങ്കിലാണ് നമുക്കൊരു അസറ്റിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം അല്ലെ. ഡിമാൻഡ് കൂടുതലാണ്, വാങ്ങാൻ ഒരുപാട് ആൾക്കാരുള്ളപ്പോഴാണ് ഏതൊരു സാധനത്തിന്റെ ആയാലും പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തില് നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ടീമിനെ പറയുന്ന പേരാണ് ബുൾസ്, അതായത് കാളകള്. ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാളകൾ എപ്പോഴും അവരുടെ കൊമ്പ് വെച്ചിട്ട് മുകളിലേക്കാണ് പുഷ് ചെയ്യുക അല്ലെ, അറ്റാക്ക് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് ചെയ്യുക. അപ്പോ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നവരെ നമ്മൾ ബുൾസ് എന്നും, അതേപോലെ കരടി അപ്പുറത്ത് ബെയർ ഉണ്ട്. ഈ ബെയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെ, എപ്പോഴും കൈ വെച്ചിട്ട് താഴത്തേക്കാണ് അടിക്കുക അല്ലെ, കൈ വെച്ചിട്ട് താഴത്തേക്ക് അടിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിനെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സെല്ലേഴ്സ് ടീമിനെ, ആ ടീമിനെ നമ്മൾ ബയേഴ്സ് എന്നും പറയും. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. ബയേഴ്സ് എന്നറിയപ്പെടുന്ന ബുൾസും സെല്ലേഴ്സ് ആയിട്ടുള്ള ബയേഴ്സും. ഓക്കെ, ഇവര് രണ്ടു പേരും തമ്മിലുള്ള ഒരു വാറാണ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവരിൽ ആരാണോ ശക്തൻ അല്ലെങ്കിൽ ആരാണ് കേമൻ, ആരാണ് മോസ്റ്റ് പവർഫുൾ, ആ ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിനെ അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്യണതും അതേപോലെ നമ്മളെ പോലുള്ള ട്രേഡേഴ്സിനെ കാശ് ഉണ്ടാക്കി തരുന്നതും. ഓക്കെ, ഇവരാണ് ഈ ബുൾസും ബെയേഴ്സും കൂടിയിട്ടാണ് നമ്മുടെ മാർക്കറ്റിനെ മേക്ക് ചെയ്യുന്നത് എപ്പോഴും. അപ്പോ നമ്മളെ ഈ ഇത്തരത്തില് ഉള്ള ബുൾസിനെ നോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളറാണ് ജോഷുവ ബ്രോ. ഈ സ്ക്രീനിൽ ഓക്കെ ഓക്കെ, നിങ്ങളിങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യലടാ, ഫ്ലോ പോലടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കി, അത് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതാവുമ്പോ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു വരണ ഒരു ഫ്ലോ പിന്നെ വീണ്ടും പറഞ്ഞ ആ ഒരു ഫ്ലോയിലേക്ക് കയറും. എടാ, നിങ്ങൾ ബോറടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്ക്, കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഒരു 9:30 വരെ ചിലപ്പോൾ ബോറിംഗ് ആവും, അതെനിക്കറിയാം. പക്ഷെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. ഏഹ് ഓക്കെ, ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എവിടെ നിർത്തി നമ്മള് ബുൾസിന്റെയും ബേസിന്റെയും കാര്യം. അപ്പൊ അത്തരത്തില് നമ്മുടെ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നവരെ ബുൾസ് എന്നും താഴത്തേക്ക് അസറ്റിന്റെ പ്രൈസിനെ കൊണ്ടുപോകുന്നവരെ ബെയേഴ്സ് എന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഈ ക്യാൻഡിൽസിലെ ഗ്രീൻ ക്യാൻഡിൽ ബുൾസിന്റെ ക്യാൻഡിൽ ആണ്, അതായത് മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ബയേഴ്സിന്റെ ക്യാൻഡിലാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ, പച്ച ക്യാൻഡിൽ എന്ന് പറയുന്നത് ബയേഴ്സ് ആണ്, ബുൾസ് ആണ്. ഓക്കെ, അതവിടെ മാറ്റി വെക്കാം. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മുടെ റെഡ് ക്യാൻഡിൽ, ഇത് ബയേഴ്സിന്റെ ക്യാൻഡിൽ ആണ്, അതായത് മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരുന്ന സെല്ലേഴ്സ് ക്യാൻഡിൽ ആണ് നമ്മുടെ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആദ്യത്തെ ആ ഒരു ഡിഫറൻസ് പറഞ്ഞു, കളറിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു. ഈ രണ്ട് ക്യാൻഡിലും സ്ട്രക്ചർ വൈസ് ഇത് സെയിം ആണ്, കളറിലാണ് ആദ്യത്തെ ഡിഫറൻസ് വരുന്നത്. എന്താ, റെഡും ഗ്രീനും. റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ക്യാൻഡിൽ ആയിട്ടുള്ള ബയേഴ്സിന്റെ ക്യാൻഡിൽ ആണ്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ ആണ്, അല്ലെങ്കിൽ ബയേഴ്സിന്റെ ക്യാൻഡിൽ ആണ്. അപ്പോ ബേസിക്കലി നമ്മൾ ഇത്തരത്തില് നമ്മുടെ മാർക്കറ്റില് ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട അവിടെ ആരാണ് ഏറ്റവും പവർഫുൾ എന്നുള്ളത് മനസ്സിലാക്കണം. ബയേഴ്സ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ടൈമില് ഏറ്റവും പവർഫുൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് റെഡ് ക്യാൻഡിൽ ആണ്, നമ്മൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് റെഡ് ക്യാൻഡിൽ ആണ് അവിടെ ഉള്ളത് വെച്ചെങ്കിലോ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അവിടെ ബയേഴ്സ് ആണ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണ് മോസ്റ്റ് പവർഫുൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ. ഓക്കെ, സെല്ലേഴ്സ് ആക്റ്റീവ്, അതായത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്താ, മാർക്കറ്റ് താഴത്തേക്ക് പോകാനാണ് ചാൻസ് അല്ലെ. ആ സമയത്ത് നമ്മൾ പോയിട്ട് ബൈ ചെയ്യാൻ പാടുമോ? ഒരിക്കലും പാടില്ല. സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്താൽ എന്താ ഉണ്ടാവുക, മാർക്കറ്റ് താഴത്തേക്ക് പോകും, നമ്മൾ ചെയ്ത ബൈ SL അടിക്കും, നമ്മുടെ വാഷ് ഔട്ട് ആവും, നമ്മുടെ പൈസ പോവും, ലോസ് വരും. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ് അവിടെ ഉണ്ടായത്. അവിടെ എന്താ, ബയേഴ്സ് ആണ് ഏറ്റവും ടോപ്പ്, അവരാണ് ഏറ്റവും പവർഫുൾ എന്നുള്ളത് നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ പോയിട്ട് സെല് ചെയ്താലോ ഇതേപോലെ തന്നെ നമുക്ക് ലോസ് ഉണ്ടാവും. നമ്മുടെ എന്ത് ചെയ്യും, നമുക്ക് ലോസ് ഉണ്ടാവും, നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും, നമ്മൾ സീറോയില് എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ മാർക്കറ്റിന് എതിരെ ട്രേഡ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമ്മളൊക്കെ ഒരിക്കലും നമ്മുടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 5 ട്രില്യന്റെ മാർക്കറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. നമ്മളുടെ ഇപ്പൊ ഈവൻ ഒരു 1 lakh rupees ആയിട്ട് പോയിട്ട് മാർക്കറ്റിൽ എൻ്റർ ആവുകയാണെങ്കിൽ പോലും ആസ് എ റീറ്റെയിൽ ട്രേഡർ, അത് നമ്മളിപ്പോ ചിലപ്പോ
താജ്മഹലിന്റെ മുന്നിൽ എന്നിട്ട് ഷാജഹാനെ വെല്ലുവിളിക്കണ പോലെയോ മാർക്കറ്റിനെ വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാ മാർക്കറ്റ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണോ പോണേ അതിന്റെ ഒപ്പം കൂടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഓവറോൾ ബുള്ളിഷിലാണ് പോണത് വെച്ചെങ്കിൽ അവിടെ ബൈ മാത്രം നോക്കുക. മാർക്കറ്റ് ഓവറോൾ ബെയറിഷ് ആണെങ്കിൽ അവിടെ സെല്ല് മാത്രം നോക്കുക. ഇതാണ് നമ്മൾ അറിയേണ്ട ആദ്യത്തെ കാര്യം. ഇത് ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിക്കോളൂ. ഞാനൊരു 2 minutes ടൈം തരാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ 3 ആളാണ് ആകെ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, 4ആയി. എനിക്കൊരു 10 റെസ്പോൺസ് എങ്കിലും കിട്ടുമോ? 5. ഡൗട്ടില്ല. ഓക്കെ, 6, 7, 8. ഡൗട്ട്. ഓക്കെ, 9, 10. ഓക്കെ, താങ്ക് യു ബ്രോ. അല്ല, താങ്ക് യു ഗൈസ്. 10 എണ്ണം അത് മതി. ഓ, 11 മതി മതി മതി. ഹാപ്പി. അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞ ബേസിക് കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. ഇത് മതി ഇത് മതി. ഞാൻ ഭയങ്കര ഹാപ്പി. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ക്യാൻഡിൽസ് 2 ടൈപ്പാണ്, ബെയറിഷും ഉണ്ട് ബുള്ളിഷും ഉണ്ട്. ഇനി നമ്മൾ ഒരു ക്യാൻഡിൽ ഡീകോഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഉണ്ടാവണത്, എന്താണ് ആ ക്യാൻഡിൽ പറഞ്ഞു തരുന്നത്, ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ എന്താണ് ആ ക്യാൻഡിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ ഓക്കെ ഇപ്പോ ഞാൻ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ കാര്യം നമ്മൾ ആദ്യം പറയാം. ഗ്രീൻ ക്യാൻഡിൽ ഏതാ? ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. മാർക്കറ്റിന്റെ പ്രൈസിനെ അല്ലെങ്കിൽ അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ക്യാൻഡിലാണ് ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോ ഇത് ബയ്യേഴ്സ് ആണ്. ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ട മാർക്കറ്റിൽ ബയ്യേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്, അവരാണ് ഏറ്റവും പവർഫുൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. ഈ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവണു അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഷേപ്പ്? ഇപ്പോ ഡിഫറെന്റ് ഷേപ്പിൽ നമുക്ക് മാർക്കറ്റിൽ ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഒരു ക്യാൻഡിൽ ആണെന്ന് മാത്രം. നമ്മൾ ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ പഠിക്കാൻ പോവാണ്. അതിൽ ബഞ്ച് ഓഫ് ക്യാൻഡിൽസ് നമ്മൾ പഠിക്കും. നമ്മൾ പഠിക്കാത്ത ടൈപ്പ് ക്യാൻഡിൽസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആവും. മാർക്കറ്റിന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബയ്യേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്, സെല്ലേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് അനുസരിച്ച്. അപ്പോ മൊത്തത്തിലൊരു ഐഡിയ വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, നമുക്ക് ഇപ്പോ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഡീകോഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതൊരു 5 മിനിറ്റിന് നമുക്ക് ഡിഫറെന്റ് ടൈം ഫ്രെയിംസിൽ ക്യാൻഡിൽസ് വാച്ച് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെന്ന് വെക്കുക. 5 മിനിറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഈ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. ഓക്കെ 9 മണിക്ക് ഓപ്പൺ തുടങ്ങിയിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. 9:05 ക്ലോസ് ആയിട്ടുള്ള 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് ക്യാൻഡിലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ക്യാൻഡിലിന് ബേസിക് ആയിട്ട് 2 പാർട്ടാണ് ഉണ്ടായിരിക്കുക. ഒന്ന് അതിന്റെ റിയൽ ബോഡി. ഈ കാണുന്ന ഈ ഒരു ബോക്സ് ടൈപ്പുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റിയൽ ബോഡി അല്ലെങ്കിൽ ക്യാൻഡിൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ വിക്കാണ് അല്ലെങ്കിൽ ഇതിനെ ഷാഡോ എന്നും പറയും. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഷാഡോനെ അല്ലെങ്കിൽ ഈ ഒരു വിക്കിനെ നമ്മൾ അപ്പർ ഷാഡോ എന്നും താഴെയുള്ള ഈ ഒരു വിക്കിനെ ലോവർ ഷാഡോ എന്നാണ് പറയാ. ഓക്കെ, ലോവർ വിക്ക് എന്നോ അല്ലെങ്കിൽ ലോവർ ഷാഡോ എന്ന് പറയാം. വിക്കാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും യൂസ് ചെയ്യുക. വിക്ക് എന്നാണ് ഇതിന് പറയാം, ബോഡിയും വിക്കും. ഇതാണ് ഒരു ക്യാൻഡിലിന്റെ ബേസിക് ആയിട്ടുള്ള 2 പാർട്ട്. ഓക്കെ, അപ്പൊ ഒന്ന് റിയൽ ബോഡി, മറ്റൊന്ന് 2 പാർട്ട് എന്ന് പറയുന്നത് വിക്കുകളാണ്. ഒന്ന് അപ്പർ വിക്ക്, ഒന്ന് ലോവർ വിക്ക്. നമ്മളിത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. 9 മണിക്ക് ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവണം. നമുക്കറിയാം മൊത്തത്തിൽ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. പക്ഷെ നമ്മളിപ്പോ അത് വിടുന്നു, ഇത് ഗ്രീൻ ക്യാൻഡിൽ അല്ല, ഏതോ ഒരു ക്യാൻഡിൽ നമുക്കറിയില്ല. ഇപ്പൊ 9 മണിക്ക് ഓപ്പൺ ആവണം. ഒരു 9:02 ആകുമ്പോൾ കുറച്ചൊന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താ, മാർക്കറ്റ് താഴത്തേക്ക് പോവാണ് അല്ലെങ്കിൽ അസറ്റിന്റെ പ്രൈസ് താഴത്തേക്ക് പോവാണ് ചെയ്യുക. ഇത് ഒരു 100 രൂപയിൽ ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നോട്ട് ചെയ്യാം. ₹100 ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. ഒരു 9:02 അല്ലെങ്കിൽ ഒരു 9:01 ആകുമ്പോൾ കുറച്ചൊന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട്
ഇവിടെ ഇത്തരത്തിൽ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവരും, നമ്മുടെ അസറ്റിനെ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു 97 വരെ കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ എന്താ, സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് താഴത്തേക്ക് കൊണ്ടുവരുന്നു. ആദ്യം നമ്മുടെ 100 രൂപയിൽ ഓപ്പൺ ആയ ക്യാൻഡിലാണ്, ഒന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് ഒരു 9.2 താഴത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടുന്ന് ഈ ഒരു പ്ലേസിൽ നിന്ന് എന്തോ കാരണം കൊണ്ട്, നമുക്കറിയില്ല വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ കാരണം കൊണ്ട് ഒരുപാട് ബയ്യേഴ്സ് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ അസറ്റിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പൊ എന്താ, ബയ്യേഴ്സ് എൻ്റർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടും. അങ്ങനെ 9.2 കഴിഞ്ഞിട്ട് 9.3 ഒക്കെ ആവുമ്പോ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എത്തുന്നു. മാർക്കറ്റ് ഈ ഒരു പോർഷൻ 97 നേരെ മുകളിലേക്ക് പോയിട്ട് ഒരു 103 ഒരു 105 റേഞ്ചിൽ മാർക്കറ്റ് എത്തുന്നു. ഇത് 105 വിചാരിക്കുക. അപ്പോ 105 എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തുന്നു. അപ്പോ താഴത്തുനിന്ന് നേരെ ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് പ്രൈസ് നേരെ മുകളിലേക്ക് എത്തുന്നു, 105 ടച്ച് ചെയ്യുന്നു. അതിനുശേഷം ഒരു 9.5 ആവുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോൾ കുറച്ച് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് ഒരു 103 നമ്മുടെ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയി. ഓക്കെ, അപ്പൊ എന്താ, 9 മണിക്ക് നമ്മൾ 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്യാൻഡിലാണ് അല്ലെ. 9 മണിക്ക് 100 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡില് 9.2 ആവുമ്പോൾ കുറച്ച് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് 97 വരെ വരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് അതിഭീകരമായിട്ട് ബയ്യേഴ്സ് എൻ്റർ ആവുന്നു. 105 എന്നുള്ള ആ ഒരു പോർഷനിലേക്ക്, ആ പ്രൈസിലേക്ക് നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുപോകുന്നു. അതിനുശേഷം 9.5 ഒന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് ഒന്ന് ക്യാൻഡിലിനെ താഴ്ത്തിയിട്ട് 103 ക്ലോസ് ആവുന്നു. അപ്പൊ എന്താ, 100 രൂപയിൽ ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് 103 അതായത് ഓപ്പൺ പ്രൈസിനെക്കാട്ടിലും മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള പ്രൈസിനെക്കാട്ടിലും മുകളിലാണ് നമ്മുടെ അസറ്റിന്റെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബയ്യേഴ്സ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ 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 ഫൈൻ. അപ്പൊ ബുള്ളിഷ് ക്യാൻഡിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാവരും ഓക്കെ ആണെന്നും പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബെയറിഷ് ക്യാൻഡിലിന്റെ കാര്യം. നമ്മളിപ്പോ പറഞ്ഞ കേസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഒന്ന് ഈ ബെയറിഷ് ക്യാൻഡിൽ വരിക. ബെയറിഷ് ക്യാൻഡിൽ എന്താണ്, അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന ക്യാൻഡിലിനെയാണ് നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് വിളിച്ചത്. അതായത് ഓപ്പൺ ചെയ്യുന്ന പ്രൈസിനെക്കാട്ടിലും താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് അതൊരു ബെയറിഷ് ക്യാൻഡിൽ ആവണത്. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇവിടെ 9.5 ഞാൻ ഇത് നമ്മുടെ 9.5 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെയാണ്. അപ്പൊ 9.5 സ്റ്റാർട്ട് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ 100 രൂപയിൽ ഇവിടെ ഓപ്പൺ ആവണു. ഓക്കെ, 100 രൂപയിൽ ഓപ്പൺ ആയി. അതിനുശേഷം എന്താ, കുറച്ച് ബയ്യേഴ്സ് എൻ്റർ ആവണു. അവിടെ നിന്ന് ബയ്യേഴ്സ് എൻ്റർ ആയിട്ട് ഇവിടെ ഒരു 102 എന്നുള്ള ലെവലിലേക്ക്, 9.2 ഒക്കെ ആകുമ്പോൾ 102 എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ ഒരു സ്ഥലത്ത് നിന്ന് അതിഭീകരമായിട്ട് വീണ്ടും സെല്ലേഴ്സ് എൻ്റർ ആവാണ്. ഓക്കെ, സെല്ലേഴ്സ് എൻ്റർ ആയി താഴ്ത്തി കൊണ്ടുവന്ന് ഒരു 95 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുവരികയാണ്. നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യണു. ഓക്കെ, ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യണു. അതിനുശേഷം 9.5 ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ ഒന്ന് ബയ്യേഴ്സ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് കുറച്ചൊന്ന് ബയ്യേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യണു, ഇതിനെ ഒരു 97 എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ക്ലോസ് ആവും. അപ്പൊ എന്താ, 9 മണിക്ക് 100 രൂപയിൽ ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ 9.5 ക്ലോസ് ആവുമ്പോൾ 97 എത്തി. അപ്പോ എന്താ, നമ്മളെ അസറ്റിന്റെ പ്രൈസിനെ ഇവിടെ താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 100 രൂപയിൽ ഓപ്പൺ ആയി 97 രൂപയിൽ ക്ലോസ് ചെയ്തു. അപ്പൊ 3 രൂപ കുറച്ചു കൊണ്ടുവന്നു. ആ ഒരു ക്യാൻഡിലിനെ നമ്മൾ എന്ത് വിളിച്ചു, സെല്ലേഴ്സ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ എന്ന് വിളിച്ചു. ഓക്കെ, ഇതൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഒരു രണ്ട് റെസ്പോൺസും കൂടി. ഓക്കെ 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 താങ്ക് യു. ഞാൻ ഇത് ജസ്റ്റ് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാട്ടോ.
ഓക്കെ ഗൈസ്, താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്പ് ക്യാൻഡിൽ. ഇപ്പൊ നമ്മൾ എന്തായി, ബേസിക് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷൻ, ഇതാണ് ക്യാൻഡിൽ ഫോർമേഷൻ, ഇത്രേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് പഠിക്കാനും ഇല്ല ട്രേഡിങ്ങില്. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ട്രേഡിങ്ങിനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ, അതിലും സിമ്പിൾ ആണ് ചെയ്യാൻ. പക്ഷെ നമ്മള് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട്. നമ്മൾ ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈം മാർക്കറ്റിന് കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ അതിന് സ്ട്രക്ചറൽ വേയിൽ തന്നെ പോകണം, എന്നാലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതാവുള്ളൂ. ആ കാര്യങ്ങൾക്ക് നമുക്കിപ്പോ കിടക്കണ്ട, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, പറയാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ബേസിക് ക്യാൻഡിൽ ഫോർമേഷന്റെ കാര്യം. എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കും. ഇനി മാർക്കറ്റിൽ ഏതൊരു ക്യാൻഡിൽ കണ്ടാലും നമ്മൾക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരണം. ഗ്രീൻ ക്യാൻഡിൽ കണ്ട ബയേഴ്സിന്റെ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിൽ കണ്ട അത് സെല്ലേഴ്സിന്റെ ക്യാൻഡിലാണ്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരുന്ന ക്യാൻഡിലാണ്. അതേപോലെ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ക്യാൻഡിൽ കണ്ടാലും അവിടെ ആരാണ് പവർഫുൾ, ആരാണ് ഇപ്പോ മാർക്കറ്റിൽ ലീഡിംഗ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതിനനുസരിച്ച് വേണം ഇനി നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അതിനാണ് നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള ക്യാൻഡിൽ സൈക്കോളജി പഠിച്ചത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ആവണത്, എന്താണ് ഒരു ക്യാൻഡിലിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച പോലത്തെ ബേസിക് ക്യാൻഡിൽ ആണ്. ഇപ്പൊ പഠിച്ചത് ബേസിക് ക്യാൻഡിലിന്റെ സ്ട്രക്ചർ ആണ്. ഇതേപോലെ ഒരുപാട് ടൈപ്പിൽ ഇപ്പൊ നമ്മൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ടാവില്ല. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഒരു അളവിനെ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെയാണ് നമ്മുടെ ഓരോ ക്യാൻഡിലും കാണിച്ചു തരുന്നത് പറഞ്ഞു. എല്ലാ ടൈമിലും നമുക്ക് ഒരേപോലെ മാർക്കറ്റിൽ ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആയാലും ഉണ്ടാവില്ല. അപ്പൊ എന്താ, ഒരേ ഷേപ്പിലായിരിക്കില്ല എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ക്യാൻഡിൽസ് ഉണ്ടാവുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ക്യാൻഡിൽസ് ആണ്. ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിൽ, അതേപോലെ തന്നെ ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ബെയറിഷ് ക്യാൻഡിൽ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോ അതില് കടക്കുന്നതിന് മുന്നേ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട മറ്റൊരു കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആർ ഇൻ 3 ടൈപ്സ്. ഓക്കെ, സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ, ഡബിൾ ക്യാൻഡിൽ പാറ്റേൺ ആൻഡ് ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ. സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ട ബേസിക് ക്യാൻഡിൽ പോലെ അത് ഒരൊറ്റ ക്യാൻഡിൽ ആണ് അല്ലെ. അതുപോലത്തെ ഒറ്റ ക്യാൻഡിലിന്റെ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒറ്റ ക്യാൻഡിൽ ഫോം ആവുന്നത് കണ്ടിട്ട് നമ്മൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രിഡിക്ഷൻ നടത്തുന്നതിനെയാണ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രിഡിക്ഷൻ എന്ന് പറയാൻ പാടില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ അത് യൂസ് ചെയ്യുന്നു. നമ്മൾ മാർക്കറ്റിനെ ഇനി മുകളിലേക്ക് പോവോ താഴത്തേക്ക് വരുമോ എന്ന് തീരുമാനിക്കുന്ന അത് ഒറ്റ ക്യാൻഡിലിന്റെ ഫോർമേഷനിൽ അല്ലെങ്കിൽ ഒറ്റ ക്യാൻഡിലിൽ കൺഫർമേഷൻ എടുത്ത് ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ട് ക്യാൻഡിൽ ഒരുമിച്ച് ഫോം ആവുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ക്യാൻഡിലിന്റെ ഫോർമേഷനിൽ ഒരു കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഡബിൾ ക്യാൻഡിൽ പാറ്റേൺസ് അല്ലെങ്കിൽ ഡബിൾ ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺസ് എന്ന് പറയുന്നത് 3 ക്യാൻഡിൽ ഒരുമിച്ച് ഫോം ആവുമ്പോൾ, 3 ക്യാൻഡിൽ ഇപ്പൊ നമ്മള് കണ്ട പോലെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവാം. ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഫോം ചെയ്തു, അടുത്തൊരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഫോം ചെയ്തു, അടുത്തൊരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഫോം ചെയ്തു. അത്തരത്തില് അടുപ്പിച്ചിട്ട് 3 ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഈ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആയാലും അങ്ങനെ തന്നെയാണ്. അടുപ്പിച്ച് 3 ക്യാൻഡിൽ ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന ഷേപ്പിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് എങ്ങടാണ് പോവുക, അല്ലെങ്കിൽ ഇപ്പൊ താഴത്തേക്കാണോ മുകളിലേക്കാണോ പോവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു വേ ആണ് ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ. അപ്പോ ഇത്തരത്തിൽ 3 ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്, സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. ഓക്കെ, ദെൻ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് 2 ടൈപ്പ് ക്യാൻഡിൽ ഉണ്ടെന്ന് അറിയാം. എന്താ, പച്ച ബുള്ളിഷ് ക്യാൻഡിലും റെഡ് ബെയറിഷ് ക്യാൻഡിലും. ആദ്യമായിട്ട് നമുക്ക് ബുള്ളിഷ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ബുള്ളിഷ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേണിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും എന്താ പറയാ ഏറ്റവും ആദ്യത്തെ ക്യാൻഡിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സണും ഈ ഒരാളാണ്, ബുള്ളിഷ് മറുബോസു എന്ന് പറയും. ഈ ഒരു സ്ട്രക്ചറിനെ മറുബോസു എന്നാണ് പറയാ. നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ പഠിച്ച ആ ഒരു ക്യാൻഡിൽ സ്ട്രക്ചറിന് ഇവിടെ എന്താണ് ഡിഫറൻസ്? ഈ ഒരു മറുബോസു ക്യാൻഡിലിന് വിക്കില്ല അല്ലെ, മുകളിലും താഴെയുള്ള വിക്കില്ല, ഇവിടെ ബോഡി മാത്രമേ ഉള്ളൂ. ഒരു ക്യാൻഡിലിന്റെ ബോഡിയാണ് അവിടെ എത്ര കണ്ട് ബയേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റേത് എന്താ, വിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഡിസിഷനാ, അവിടെ ബയേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ സെല്ലേഴ്സ് ആയി.
അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ ബയേഴ്സ് ആയി. അതാണ് വിക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ നമുക്ക് എന്താ ബോഡി കാണിച്ചു തരുന്നത്? ക്ലിയർ പ്രസൻസ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ആണ്. അപ്പോ ഗ്രീൻ കാൻഡിൽ ഇത്തരത്തിലൊരു വലിയ ബോഡിയുള്ള കാൻഡിൽ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു കാൻഡിൽ ഉണ്ടായ ടൈമിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ബയേഴ്സ് ആണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബുള്ളിഷ് മർബൂസു ഒരു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ ആവണത്. ഇവിടെ ബയേഴ്സ് അതിശക്തമായിട്ട് എൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ വിക്കില്ലാത്തത്. ഇവിടെ ബോഡി മാത്രമേ ഉള്ളൂ. ഈ ഒരു കാൻഡിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ആണ്, ഇവിടെ സെല്ലേഴ്സിന് യാതൊരു സ്ഥാനവും. മാർക്കറ്റ് മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു മർബൂസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അതും കൂടി നോക്കാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു ഫോട്ടോ നമ്മുടെ റിയൽ മാർക്കറ്റ് ആണെന്ന് വെക്കാം. നമ്മുടെ മാർക്കറ്റ് ആദ്യം താഴത്തേക്ക് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. അവിടെ ഒരു ലെവലിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഈവൻ ചിലപ്പോ ഒരു ബയേഴ്സിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഏരിയ ആയിരിക്കാം. പിന്നെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, എല്ലാം ചിലപ്പോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുക. പക്ഷെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഈ കാൻഡിൽസ് പറയുമ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് എല്ലായിടത്തും പറയാൻ പോവുകയാണ്. അല്ല, അതിന് പ്രത്യേകിച്ച് കാര്യം വെറുതെ പറയുന്നില്ല. ഈ നമ്മളെ ഗ്രീൻ കാൻഡിൽസ് അല്ലെങ്കിൽ ബയേഴ്സിന്റെ കാൻഡിൽസ് നമ്മൾ എപ്പോഴും ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു ക്ലിയർ കേസ് ഓഫ് സപ്പോർട്ട് റേഞ്ചിലായിരിക്കണം. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അതിന്റെ താഴത്തേക്കുള്ള ആ റണ്ണിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിലെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റിന്റെ ബെയറിഷ് റണ്ണ് അവസാനിപ്പിച്ച് ബുള്ളിഷ് ട്രെൻഡിലേക്ക് തിരിച്ചു വിടുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഗൈസ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മൾ സപ്പോർട്ട് എന്താന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമുക്ക് മാർക്കറ്റിൽ ഈ ഇത്തരത്തിലുള്ള നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാൻഡിൽസ് പല സ്ഥലങ്ങളിലും കിട്ടിയെന്ന് വരാം. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന കാൻഡിൽസ് ബുള്ളിഷ് മർബൂസും അല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന കാൻഡിൽസ് അല്ല. നമ്മൾക്ക് എന്ത് വേണം, അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കാൻഡിൽസ് ബുള്ളിഷ് കാൻഡിൽസ് എപ്പോഴും ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു സപ്പോർട്ട് ലെവലിലായിരിക്കണം. സപ്പോർട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കും. ജസ്റ്റ് ഈ കാര്യം മാത്രം മനസ്സിലാക്കുക. ബുള്ളിഷ് ക്യാൻഡിൽ സപ്പോർട്ട് ലെവലില്, ബെയറിഷ് ക്യാൻഡിൽ റെസിസ്റ്റൻസ് ലെവലില്. ഓക്കെ, അങ്ങനെ വേണം എപ്പോഴും ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഓക്കെ, അപ്പോ ബുള്ളിഷ് മർബൂസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തില് ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, അവിടെ സപ്പോർട്ട് ലെവലിൽ നമ്മൾ ബുള്ളിഷ് മർബൂസ് ഫൈൻഡ് ചെയ്യണം. ബുള്ളിഷ് മർബൂസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ബയേഴ്സിന്റെ ക്യാൻഡിലാണ്. അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ബയേഴ്സ് ആണ്. ബയേഴ്സ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം എന്താ, മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അതാണ് ബുള്ളിഷ് മർബൂസ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബുള്ളിഷ് മർബൂസ്. നെക്സ്റ്റ് ക്യാൻഡിലാണ് ബുള്ളിഷ് ഹാമർ. ഇതാണ് ഹാമറിന്റെ ഒരു സ്ട്രക്ചർ. ഇതാണ് ഹാമറിന്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിന് ഒരു ബോഡി ഉണ്ട്, അതേപോലെ തന്നെ ഒരു വിക്കും ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ മാർക്കറ്റ് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വേണം ഇത്തരത്തില് ബുള്ളിഷ് ഹാമർ നമ്മൾ ഫൈൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അപ്പോ ഇതാണ് ബുള്ളിഷ് ഹാമർ. താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ സപ്പോർട്ട് ലെവലിൽ ഇത്തരത്തിലൊരു ബുള്ളിഷ് ഹാമർ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോ പിന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കണം ഈ ബുള്ളിഷ് ഹാമർ എന്ന് പറയുന്നത് എന്താണ്.
ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇനി മുകളിലേക്കാണ് മാർക്കറ്റ് തിരിച്ചു വിടുന്നുള്ള ഒരു ഇത് തരുന്ന ഒരു സാർ അതെങ്ങനെ കണ്ടിടിക്കുക, ഇതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇതേ ഷേപ്പിലാവും ക്യാൻഡിൽ ഉണ്ടാവുക. ഇനി നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേ ഷേപ്പിലുള്ള ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മർബോസ് പോലത്തെ ഈ ക്യാൻഡിൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ക്യാൻഡിലും ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അടുത്ത പണി അതാണ്, ഈ ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് മാർക്കറ്റിൽ പോയി ഫൈൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അതിപ്പോഴല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൂടി ഫൈൻഡ് ചെയ്തിട്ട് പഠിച്ചിട്ട് ആണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ജസ്റ്റ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽ ഫൈൻഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ജോലി. പറ്റുകയാണെങ്കിൽ അതൊന്ന് നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റിയിലും ഒന്ന് ജസ്റ്റ് ഇടുക. നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ പറയാം, ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പെയർ പറയാം, ആ പെയർ കറൻസി പെയർന്ന് നിങ്ങൾ ചെന്നിട്ട് ഇത്തരത്തിലുള്ള ക്യാൻഡിൽ, ഈ ഹാമർ ക്യാൻഡിലും അതേപോലെ തന്നെ വേറൊരു ക്യാൻഡിലും കൂടി ഉണ്ട്, ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്, ആ ക്യാൻഡിലും മാത്രം ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട് ഇടുക. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഇനി മുതൽ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക്, ട്രേഡിംഗ് വ്യൂവിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ആ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇനി മുതൽ ട്രേഡ്സ് വാച്ച് ചെയ്യാൻ പോണതും മാർക്കറ്റ് വാച്ച് ചെയ്യണതും നമ്മുടെ അനാലിസിസ് നടത്തുന്നതും അതുപോലെ ട്രേഡ്സ് ഫൈൻഡ് ചെയ്യണതും ഒക്കെ. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രോക്കർ എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിൽ ഒരിക്കലും ട്രേഡ് അനാലിസിസ് നടത്താനോ ട്രേഡ് ഫൈൻഡ് ചെയ്യാനോ പോകുന്നില്ല. നമ്മുടെ ബ്രോക്കർ എന്ന് പറയുന്നത് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അനാലിസിസും ഫൈൻഡിങ്സും ട്രേഡ് ഒക്കെ ഫൈൻഡ് ചെയ്യണതൊക്കെ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. ആ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഏതൊരു ചാർട്ടിൽ ഓടിയതാലും നമുക്ക് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് കാണാം. ഇത്തരത്തിൽ നമ്മൾ പഠിക്കണ പോലെ ഉള്ള സ്ട്രക്ചറുകൾ മേക്ക് ചെയ്യും, പഠിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറയണ പോലുള്ള കാര്യങ്ങളും കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇനി കമ്പൈൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ 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 ഓക്കെ, അപ്പോ നമ്മള് ഹാമർ ആണ് പറഞ്ഞത്. ഹാമറിന് എന്താ, ഒരു ബോഡി, ഒരു അത്യാവശ്യം വലിയൊരു ബോഡി, അതിനുശേഷം അതിന്റെ ബോഡിനെക്കാട്ടും വലിയൊരു 2 times or 3 times ബിഗർ ആയിട്ടുള്ള ഒരു ലോവർ വീക്ക്. ഇതാണ് ഹാമറിന്റെ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമ്മള് ഡൗൺ സൈഡ് വരുന്ന ഒരു മാർക്കറ്റ്, അവിടെ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ ഇത്തരത്തിലൊരു ഹാമർ ഫൈൻഡ് ചെയ്യാണ്. ഹാമർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയാം, നമുക്കറിയാം അതൊരു ബുള്ളിഷ് കൺഫർമേഷൻ ആണ്. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു സപ്പോർട്ട് ലെവൽ, പ്രോപ്പർ സപ്പോർട്ട് ലെവലിൽ നമ്മൾ ഹാമർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കണം മാർക്കറ്റ് ഏകദേശം അതിന്റെ ആ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിപ്പിക്കുകയാണ്, ഇനി അത് അപ് ട്രെൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യണം. ഇനി ഇവിടുന്ന് ഈ ഹാമർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈ എൻട്രി പോവാം. ഇത് ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം. ദെൻ നമ്മുടെ പ്രോഫിറ്റ് ഈ ഒരു ലെവലിൽ ഒരു അത്യാവശ്യം നീറ്റ് പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങള് നമ്മള് ഇത് ക്യാൻഡിൽസ് പഠിക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഈ ക്യാൻഡിൽസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കില്ല കേട്ടോ. ഈ ക്യാൻഡിൽസ് നമ്മൾ പഠിക്കണത് നമ്മളൊരു ട്രേഡിംഗ് സ്റ്റൈൽ പഠിച്ച് അതിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻഡിൽസ് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കാര്യം വെച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കില്ല. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ ട്രേഡേഴ്സിനും ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവും. അപ്പോ എല്ലാവർക്കും ഇത് അറിയാമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരിക്കലും അതിന്റെ ആൽഗോരിതത്തിൽ, പ്രോപ്പർ ആൽഗോരിതത്തിൽ വർക്ക് ആവില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എവിടെയാ, ട്രേഡിംഗ് കൺഫർമേഷൻ, നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡിംഗ് കൺഫർമേഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് പഠിക്കണേ. ട്രിപ്പിൾ ക്യാൻഡിൽ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ അത് സിംഗിൾ ക്യാൻഡിൽ മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലേക്ക് കിടക്കാം. ഇതാണ് ഡോജി, ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഓക്കെ, സോറി ഗൈസ്. അപ്പോ ഇതാണ് ഓക്കെ, റെഡ് കളർ ക്യാൻഡിൽ ഹാമർ വന്ന അപ് ട്രെൻഡ് ആവൂല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ഈ ഹാമറിന്റെ കാര്യത്തില്, അതേപോലെ ഇപ്പോ ഞാൻ വേറെ ക്യാൻഡിൽസ് ഉണ്ട്, സ്പിന്നിങ് ടോപ്സ്, ഈ ഒരു ക്യാൻഡിലിന്റെ കാര്യത്തിലൊന്നും നമ്മൾ കളറ് മാറ്റർ അല്ല. ഈ ക്യാൻഡിൽ ചിലപ്പോ റെഡ് ക്യാൻഡിൽ ആയിട്ടും കാണാം, അതേപോലെ ഗ്രീൻ ക്യാൻഡിൽ ആയിട്ടും കാണാം. നമുക്ക് കളർ നോക്കിയിട്ട് ഒരിക്കലും ഇതൊരു ബുള്ളിഷ് ഹാമർ ആണോ അല്ലെങ്കിൽ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്സ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ
സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സപ്പോർട്ടിൽ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ്, ബുള്ളിഷ് ഹാമർ ആണ്. ഇതേ ക്യാൻഡിൽ തന്നെ നമുക്ക് അപ്പുറത്ത് റെസിസ്റ്റൻസിലാണ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അത് ബെയറിഷ് ഹാമർ ആണ്, അല്ലെങ്കിൽ ബെയറിഷ്, അത് ഹാമർ അല്ല, അതിന്റെ പേര് വേറെയാണ്, ബെയറിഷ് ക്യാൻഡിൽ ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ആദ്യം നോക്കേണ്ട കാര്യം അതൊരു സപ്പോർട്ട് ആണോ റെസിസ്റ്റൻസിലാണോ എന്നാണ്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം, ബുള്ളിഷ് ഹാമർ എപ്പോഴും ഉണ്ടാവേണ്ടത് എവിടെയാ? ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലാ. മുകളിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റിൽ ഒരു ഹാമർ, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷെ ഈ മാർക്കറ്റ് എവിടെയാ, എങ്ങനെയാ? ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാ. അപ്പൊ അതൊരിക്കലും ഒരു ബുള്ളിഷ് ഹാമർ അല്ല. ഓക്കെ, അപ്പോ നമ്മൾ നോക്കേണ്ടത് ഇത് സപ്പോർട്ടിലാണോ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഡൗൺ ട്രെൻഡിൽ വരുന്ന ഒരു മാർക്കറ്റിൽ സപ്പോർട്ടിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മൾക്കത് ഒരു ബുള്ളിഷ് ഹാമർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഞാൻ പറയേണ്ടതായിരുന്നു. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നമ്മളെല്ലാ ക്യാൻഡിൽസും അങ്ങനെ ഉണ്ടോ? ബുള്ളിഷ് ക്യാൻഡിലുകൾ ഉണ്ടാവേണ്ടത് ഡൗൺ ട്രെൻഡിലാണോ, അത് ആ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാൻഡിലാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇതാണ് ഡോജിയുടെ സ്ട്രക്ചർ. നോക്കിയേ, ഡോജിക്ക് എന്താ പ്രത്യേകിച്ച് ഒരു ബോഡി ഇല്ല, പ്രത്യേകിച്ച് ഒരു ബോഡി ഇല്ല. അതിന് വിക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പർ വിക്കും ഉണ്ടാവും, ലോവർ വിക്കും ഉണ്ടാവും. ഇതിന് ബോഡി ഉണ്ടാവില്ല. ഇത്തരത്തില് ഒരു ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ചെറിയ ബോഡി ഉണ്ടാവും, മൈന്യൂട്ട് ആയിട്ടുള്ള ബോഡിയും, അപ്പർ വിക്കും ലോവർ വിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ബോഡി ഉണ്ടാവില്ല, ചിലപ്പോ ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബോഡി. അതുപോലെ അപ്പർ വിക്കും, വലിയ അപ്പർ വിക്സും വലിയ ലോവർ വിക്സും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് ബുള്ളിഷ് മർബോസോ ആയാലും ബുള്ളിഷ് ഹാമർ ആയാലും രണ്ടും ഒരു ബയേഴ്സ് ഇൻഡിക്കേഷൻ ആണ്. പക്ഷെ ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോണ സ്പിന്നിങ് ടോപ്പ്, അടുത്ത ക്യാൻഡിൽ ആയാലും അതൊരു ക്ലിയർ കേസ് ഓഫ് ബയേഴ്സ് ഇൻഡിക്കേഷൻ അല്ല. ഈ ക്യാൻഡിൽ എന്താ, നമ്മുടെ ക്യാൻഡിൽ സൈക്കോളജി പ്രകാരം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്ലിയർ കേസ് ഓഫ് ഇൻഡിസിഷൻ ആണ് ഉണ്ടാവുന്നത്. ഇവിടെ മാർക്കറ്റിൽ ആ ഒരു ടൈമിൽ ഒരു നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി അല്ലെങ്കിൽ ഒരു ഡോജി ആണ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് വെച്ചാൽ എന്ത് മനസ്സിലാക്കണം? മാർക്കറ്റ് ഒരു ഇൻഡിസിഷനിലാണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകണോ താഴത്തേക്ക് വരണോ, ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ അവിടെ സ്ട്രോങ് എന്നുള്ള ആ ഒരു ഡൗട്ട് ആയിട്ട് കെടുക്കാണ് മാർക്കറ്റ്. ഒരു ട്രാപ്പ് ആയി കെടുക്കുന്ന അവസ്ഥയാണ്. മുകളിലേക്ക് പോകണോന്ന് അറിയില്ല, താഴത്തേക്ക് പോകണോന്ന് അറിയില്ല. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഇവിടെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ട്രേഡ് പോസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലൊരു സപ്പോർട്ട് ലെവലിൽ നമ്മളൊരു ഡോജി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇത്രയും നേരം സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി ഹൈ ഇന്റൻസിറ്റിയിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് താഴത്തേക്ക് പ്രസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ ഒരു സപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഇൻഡിസിഷൻ ഹാൻഡിൽ കണ്ടു. ഇൻഡിസിഷൻ എന്താ, ഇത്രയും നേരം സെല്ലേഴ്സ് ആയിരുന്നു ആക്റ്റീവ് ആയിട്ടുണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു ലെവലിൽ എത്തിയപ്പോ മാർക്കറ്റിനെ അറിയാൻ പറ്റുന്നില്ല. അവിടെ എന്താ, ഈക്വൽ ആയിട്ട് സെല്ലേഴ്സും ആക്റ്റീവ് ആണ്, ബയേഴ്സും ആക്റ്റീവ് ആണ്. അപ്പോ എന്താ, പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഡിസിഷനിലേക്ക് എത്തി മാർക്കറ്റ്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് പോകണോ മുകളിലേക്ക് വരണോന്ന്. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യണം, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു രണ്ട് ക്യാൻഡിൽ ഉണ്ടാവണോ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ക്യാൻഡിൽ കണ്ട ഉടനടി നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്ത് ഒരിക്കലും ട്രേഡിലേക്ക് എൻ്റർ ആവരുത്. നമ്മൾ സപ്പോർട്ട് ലെവലിൽ ഒരു ഡോജ് കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു രണ്ട് ക്യാൻഡിൽ ഫോർമേഷനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയും ഇവിടെ നിന്ന് റെഡ് ക്യാൻഡിൽ ആണ് ഉണ്ടാവണതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് അവിടെ ഒരു ഇൻഡിസിഷൻ കഴിഞ്ഞു. ആ ഇൻഡിസിഷൻ കഴിഞ്ഞിട്ട് എന്താ, വീണ്ടും മാർക്കറ്റ് പഴയ പോലെ തന്നെ സെല്ലേഴ്സ് വീണ്ടും അവിടെ പവറായി, സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആയി, മാർക്കറ്റ് താഴത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ബൈ എടുക്കരുത്. അതിനു പകരം എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു രണ്ട് ഗ്രീൻ ക്യാൻഡിൽ അടുപ്പിച്ചിട്ടുണ്ടാവുകയാണ്. ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇത് ബുള്ളിഷ് ക്യാൻഡിലുകൾ ഉണ്ടായി, അപ്പൊ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഒരു ബൈ എൻട്രിയിലേക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് നമ്മൾ എപ്പോഴും ട്രേഡ് നോക്കുമ്പോൾ ഒരു രണ്ട് ക്യാൻഡിൽ കഴിഞ്ഞ് അത് ഗ്രീൻ ക്യാൻഡിൽ ആണ്, അപ് ട്രെൻഡിലേക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലായി, സപ്പോർട്ടിൽ നിന്ന് ട്രെൻഡ് മാറി എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇവിടുന്ന് ട്രേഡിലേക്ക് എൻ്റർ ആവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഡോജി അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പിന്നിങ് ടോപ്പ്. ഈ സ്പിന്നിങ് ടോപ്പും നമ്മുടെ ഡോജ് പോലെ തന്നെയാണ്, ഒരു ഇൻഡിസിഷൻ ആണ് നമ്മുടെ സ്പിന്നിങ് ടോപ്സ് കാണിച്ചു തരുന്നത്. എന്താ, ഡൗൺ ട്രെൻഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അതിന്റെ സപ്പോർട്ട് ലെവലിൽ വെച്ചിട്ട് ഇത്തരത്തിലൊരു സ്പിന്നിങ് ടോപ്പ് ഉണ്ടാവണം. സ്പിന്നിങ് ടോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അടുത്തൊരു ക്യാൻഡിൽ, നല്ല ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായി മാർക്കറ്റ് അതിന്റെ ഡൗൺ ട്രെൻഡ് റിവേഴ്സലാക്കിയിട്ട് അപ് ട്രെൻഡിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു ബൈ ആൻഡ് റിഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് സ്പിന്നിങ് ടോപ്പ്. ഓക്കെ, ദെൻ ഈ 4 ക്യാൻഡിലാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലുകളായിട്ട് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബെയറിഷ് ക്യാൻഡിലേക്ക് കിടക്കാം. ഓക്കെ, ബെയറിഷ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മറുബോസുവിന്റെ ബെയറിഷ് വെർഷൻ ആണ് ഇത്. ഈ മറുബോസു നോക്കുമ്പോൾ നമ്മൾ ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും കളർ നോക്കണം കേട്ടോ. മറുബോസു കളർ പ്രാധാന്യമുള്ള ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ബാക്കിയുള്ള ക്യാൻഡിൽ പോലെയല്ല. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെയറിഷ് ക്യാൻഡിലുകളാണ്. അതുകൊണ്ട് തന്നെ ബെയറിഷ് ക്യാൻഡിലുകൾ എവിടെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ലെവലിലാണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിന് പ്രതിരോധം അനുഭവപ്പെടും. അതായത് ഓക്കെ, ദെൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അതിന്റെ റെസിസ്റ്റൻസിൽ, പ്രതിരോധത്തിൽ എത്തുമ്പോൾ, അതിന് ആ മുകളിലേക്കുള്ള റണ്ണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ റെസിസ്റ്റൻസ് എന്ന് പറയാ. ആ റെസിസ്റ്റൻസിൽ അപ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് ആ റെസിസ്റ്റൻസിന് നേരെ ട്രെൻഡ് റിവേഴ്സൽ ആവും, ഡൗൺ ട്രെൻഡിലേക്ക് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാ. അതേപോലെ ബെയറിഷ് ക്യാൻഡിലുകൾ എല്ലാം തന്നെ ഫൈൻഡ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് സോണുകളിലാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുക, ബെയറിഷ് ക്യാൻഡിലുകൾ അപ് ട്രെൻഡിലാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ. റെസിസ്റ്റൻസ് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുക. അപ്പൊ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ, ബെയറിഷ് മറുബോസ് ഫൈൻഡ് ചെയ്യണു. ബെയറിഷ് മറുബോസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം അത് ബെയറിഷ് ക്യാൻഡിലാണ്, സെല്ലേഴ്സിന്റെ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് വേണം താഴത്തേക്ക് പോകാനാണ് ചാൻസ് എന്നുള്ളത് അറിയാം. ഒരു കൺഫർമേഷൻ ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഈ റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സൽ ആവും എന്നറിയാം. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് മർബൂസും കിട്ടി. ബെയറിഷ് മർബൂസ് എന്ന് പറയുന്നത് ക്ലിയർ കേസ് ഓഫ് സെല്ലേഴ്സ് ഇൻഡിക്കേഷൻ ആണ്. ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സെൽ സൈഡ് ചൂസ് ചെയ്യും എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു സെൽ എൻട്രി എടുക്കണു. താഴത്തേക്ക് മാർക്കറ്റ് നേരെ അതിന്റെ ആ ഒരു സ്ട്രക്ചർ തിരിക്കണു, താഴത്തേക്ക് പോണു, നമുക്ക് നമ്മുടെ എൻട്രിയിൽ പ്രോഫിറ്റ് ആവണം. അപ്പൊ ഇതാണ് ബെയറിഷ് മർബൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഹാങ്ങിങ് മാൻ. നമ്മളുടെ ഏകദേശം ഹാമറിന്റെ സ്ട്രക്ചറുള്ള റെസിസ്റ്റൻസ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാങ്ങിങ് മാൻ. ഇത് ഇങ്ങനെയും കാണാം, ഈ ഒരു സ്ട്രക്ചറിലും കാണാം. ഇവിടെ ചെറിയൊരു വിക്ക്, ഒരു അപ്പർ വിക്ക്, നമ്മൾ ഈ കാണുന്ന പോലെ ഒരു അപ്പർ വിക്ക് ഉണ്ടാവാം. അപ്പോ ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്? ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ലെവലിൽ ഇത്തരത്തിലൊരു ഹാങ്ങിങ് മാൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്താ, മാർക്കറ്റ് ഇനി അതിന്റെ ട്രെൻഡ് റിവേഴ്സലാക്കാൻ പോവാണ്. താഴത്തേക്ക് അത്രയും നേരം അപ് ട്രെൻഡിൽ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ് ഇനി മുതൽ താഴത്തേക്ക് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് ആണുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു ഹാങ്ങിങ് മാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇനി ഒരു സെൽ എൻട്രി ചൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഹാങ്ങിങ് മാൻ. ഓക്കെ, ഹാമറും ഹാങ്ങിങ് മാൻ തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? ഹാമറും ഹാങ്ങിങ് മാനും നമ്മൾ ഈ ഫൈൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഡിഫറൻസ് വരുന്നത്. ഇത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ സപ്പോർട്ടിൽ ഫൈൻഡ് ചെയ്ത അത് ഹാമർ എന്നൊരു പേരായി. അതേപോലെ ഇത് റെസിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റിൽ റെസിസ്റ്റൻസിലാണ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അത് ഹാങ്ങിങ് മാൻ ആയി, അതൊരു ബെയറിഷ് ഇൻഡിക്കേഷൻ ആയി. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാൻഡിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാറിന്റെ സ്ട്രക്ചർ. താഴെ ഒരു ബോഡി, അതിന്റെ മുകളിലായിട്ട് അപ്പർ വിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പർ വിക്ക് ഒരു ബോഡിനെക്കാട്ടിലും 2 or 3 times ബിഗർ ആയിട്ടുള്ള അപ്പർ വിക്കും ഉണ്ടാവും. ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാറിന്റെ സ്ട്രക്ചർ. ദെൻ നമ്മളിപ്പോ പറഞ്ഞ അതേപോലെ തന്നെ അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ്, അവിടെ ഒരു റെസിസ്റ്റൻസിൽ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു അതിനുശേഷം ആ ഒരു മാർക്കറ്റ് സിനാരിയോയ്ക്ക് ശേഷം ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് ശേഷം മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് റിവേഴ്സൽ ആക്കാനാണ് ചാൻസ്. ഇനി അപ് ട്രെൻഡിലേക്ക് പോയിരുന്ന ഒരു മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരാനാണ് ചാൻസ്. അപ്പൊ ഇത്തരത്തില് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ഒരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാം. മാർക്കറ്റിൽ സെൽ ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാൻഡിലാണ് സ്പിന്നിങ് ടോപ്പ്. ഇതാണ് നമ്മുടെ സ്പിന്നിങ് ടോപ്പ്. നമ്മുടെ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. ഒരു ബോഡി, അതിന്റെ 2 or 3 times ബിഗർ ആയിട്ടുള്ള അപ്പർ വിക്കും അതേപോലെ തന്നെയുള്ള ഒരു ലോവർ വിക്കും, 2 or 3 times ബിഗർ ആയിട്ടുള്ള ഒരു ലോവർ വിക്ക്. ഇതാണ് നമ്മുടെ ബെയറിഷ് സ്പിന്നിങ് ടോപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇനി മാർക്കറ്റിൽ എങ്ങനെയാ ഇത് ഉണ്ടാവണേ? അപ് ട്രെൻഡിലേക്ക് പോണ ഒരു മാർക്കറ്റ്, അവിടെ റെസിസ്റ്റൻസ് ലെവലിൽ ഇത്തരത്തിലുള്ള സ്പിന്നിങ് ടോപ്പ്, ബെയറിഷ് സ്പിന്നിങ് ടോപ്പ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം മാർക്കറ്റ് ഇനി അതിന്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല, നേരെ തിരിക്കാൻ പോവാണ്. മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് റിവേഴ്സൽ ആക്കിയിട്ട് താഴ്ത്തു പോവാൻ പോവാണ്, ബെയറിഷ് ട്രെൻഡിലേക്ക് പോവാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു സെൽ എൻട്രി ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെയറിഷ് സ്പിന്നിങ് ടോപ്പ്. ഇതാണ് നമ്മുടെ 4 ബെയറിഷ് ക്യാൻഡിലുകൾ. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ ക്യാൻഡിൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, ഒരു 10 റെസ്പോൺസ് കിട്ടും. ഇപ്പോ 3 പേരായി, 4. ഓക്കെ, ഇല്ല ഇല്ല, 5, 6, 7, 8. PPT അയക്കാമോ? ഓഹോ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോ ബ്രോ ഇവിടെ ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പോ കറക്റ്റ് ബ്രോ അത് ക്ലിയർ ആയില്ലായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മാത്രമേ കേട്ടുള്ളൂ. എനിക്കിപ്പോ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പോ നമുക്ക് റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവുമല്ലോ? റെക്കോർഡ് സെഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് റെക്കോർഡ് സെഷൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം ട്ടോ. ഓക്കെ, ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യും. നാളെ 2-3 ദിവസം കഴിഞ്ഞാ കിട്ടിയേ. അതെ അല്ലേ? ഓക്കെ ഓക്കെ, അത് സ്പീഡാക്കാം. മാക്സിമം ഓക്കെ ഓക്കെ. നാളെ തന്നെ ഇടാം ട്ടോ. ഓക്കെ, അപ്പോ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതില് സന്തോഷമുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ, ഓ താങ്ക് യു ബ്രോ, നൈസ് ക്ലാസ്, അടിപൊളി, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്യാൻഡിൽസ് ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ക്യാൻഡിൽസ് എന്ന് വേണം. ഓ താങ്ക് യു. ക്യാൻഡിൽസ് ആണ് നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ആ കാര്യമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അത് ഫുൾ ആയിട്ടില്ല. നമ്മൾ സിംഗിൾ ക്യാൻഡിൽ, ബേസിക് ക്യാൻഡിൽ സൈക്കോളജിയും അതുപോലെ തന്നെ സിംഗിൾ ക്യാൻഡിൽ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഡബിൾ ക്യാൻഡിൽ വരാനുണ്ട്, ട്രിപ്പിൾ ക്യാൻഡിൽ വരാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരിക്കലും ഈ ഒരു ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. മാർക്കറ്റിൽ ചിലപ്പോൾ ട്രേഡ് കിട്ടും, പക്ഷെ അതിനൊക്കെ കൂടുതൽ നമുക്ക് SLs ആണ് ചിലപ്പോൾ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത് നമ്മുടെ നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഇത്തരത്തില് ബയേഴ്സ് ആണോ മാർക്കറ്റിൽ, സെല്ലേഴ്സ് ആണോ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഒരു ട്രേഡിലേക്ക് എൻ്റർ ആകുമ്പോൾ എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഉള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മതി. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരിക്കും. ഏതൊരു കമ്മ്യൂണിറ്റിയിലായാലും ഞാനുണ്ട്. എൻ്റെ പേര് അമൽ കൃഷ്ണ എന്നാണ്. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളുണ്ട്. അപ്പോ എന്നെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മെന്റേഴ്സിനെയോ കോൺടാക്ട് ചെയ്താൽ മതി, ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു അഡ്മിനെ. ഓക്കെ, ട്രേഡിംഗ് വ്യൂ പറയാം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ പറയാം, അത് വിട്ടുപോയി. ഓക്കെ, ദെൻ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ട് വ്യൂ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇനി അനാലിസിസ് നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ട്രേഡിംഗ് വ്യൂ ലോഡ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ടെർമിനലിലേ ഇല്ല. ദെൻ
നമുക്ക് ഏതൊരു പെയർ ആണോ സിമ്പിൾ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെയർ ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിള് ഗോൾഡിന്റെ ചാർട്ട് റീഡ് ചെയ്യാൻ പോവാണ്. XAU/USD എന്നാണ് ഗോൾഡിനെ റെപ്രസെന്റ് ചെയ്യണ അതിന്റെ പെയർ പേര് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇനി മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട കറൻസി പേഴ്സ് ആണ് USD/JPY, EUR/USD, അതേപോലെ GBP/USD. ഇപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം XAU/USD അതായത് ഗോൾഡിന്റെ ഇത് ചാർട്ടിൽ ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക XAU/USD ട്രേഡിംഗ് വ്യൂ. ഓക്കെ, ആദ്യം വരുന്ന ഇതിൽ തന്നെ എടുക്കാം. ദെൻ ആദ്യത്തെ ലിങ്കിൽ തന്നെ XAU/USD ചാർട്ട് അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറും. ഇത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ആരും തന്നെ ഇതിന്റെ പ്രീമിയം വെർഷൻ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം എന്നല്ല ഒരുവിധ എല്ലാ സാധനങ്ങളും ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരിപ്പോ ആഡ് ഇട്ട് വെറുപ്പിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ആഡ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. ആരും തന്നെ പ്രീമിയം എടുക്കണ്ട. പിന്നെ അതിന്റെ ബ്രോക്കർ ട്രേഡിംഗ് വ്യൂ ആക്ച്വലി ബ്രോക്കർ ആണ്. നമ്മളുടെ എക്സ്ചേഞ്ച് പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ട്രേഡ് ലോക്കർ എന്നാണ് ട്രേഡിംഗ് വ്യൂവിന്റെ ബ്രോക്കർ അറിയപ്പെടുക. അപ്പോ ആ ഒരു ബ്രോക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ മതി. അല്ലാത്ത പക്ഷം ആരും പ്രീമിയം എടുക്കേണ്ട കാര്യമില്ല. ദെൻ നമ്മൾ ഇത്തരത്തിലുള്ള ഇന്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സി ഓൺ സൂപ്പർ ചാർട്ട് എന്നോ അല്ലെങ്കിൽ താഴെയുള്ള XAU/USD ചാർട്ട് എന്നോ ആണ്. ഫോണിൽ ലോഡ് ചെയ്യുന്നവർക്ക് ഇന്റർഫേസ് ചിലപ്പോ ഇതൊക്കെ കാണുന്ന സ്ഥലങ്ങൾ വേറെ ആയിരിക്കാം, പക്ഷെ സംഭവം ഒക്കെ ക്ലിയർ ഇതേപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ സി ഓൺ സൂപ്പർ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തില് എവിടെ ചാർട്ട് ഇത്തരത്തിൽ ലോഡായി വരും. ഇതാണ് നമ്മുടെ ചാർട്ട്. ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് കാണിച്ചു തരുന്ന ചാർട്ട്. കണ്ടില്ലേ, ഇത് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് പോവുക. ആദ്യം മുകളിൽ താഴത്തേക്ക് വരും, പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോവും, വീണ്ടും താഴത്തേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോവും. ഇവിടെയാണ് നമ്മളൊക്കെ ട്രേഡ് ചെയ്യണതും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ. ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്യണോണ്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഓക്കെ, ദെൻ ഇതാണ് ട്രേഡിംഗ് വ്യൂ. ഇവിടെയാണ് ഇനി നമ്മൾ ഓരോ ക്യാൻഡിൽസ് വാച്ച് ചെയ്യാൻ പോണതും ട്രേഡുകൾ ഫൈൻഡ് ചെയ്യണതും നല്ല നല്ല അനാലിസിസുകൾ ക്രിയേറ്റ് ചെയ്യണതും നല്ല നല്ല ട്രേഡേഴ്സ് ജനിക്കണതും ഇവിടെ നിന്നാണ്, ട്രേഡിംഗ് വ്യൂ എന്നാണ്. ഓക്കെ, ദെൻ ഇവിടെ ചെല്ലുക. ഇപ്പൊ നിങ്ങൾക്കുള്ള അടുത്തൊരു വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോ ആരോ എന്നോട് ചോദിച്ചു എങ്ങനത്തെ ഈ ക്യാൻഡിൽസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, നമ്മൾ പഠിച്ച ബുള്ളിഷ് മർബൂസിന്റെ സ്ട്രക്ചർ ആണിത്. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് മർബൂസിന്റെ സ്ട്രക്ചർ ആണ്. ഇവിടെ കണ്ടോ, വീണ്ടും ഒരു ബുള്ളിഷ് മർബൂസ് ആണ്. ഇവിടെ ഒരു ഹാമർ ആണ്. ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് ആണ് ഉണ്ടായെടുക്കുന്നത് അല്ലെ. ഇവിടെ ഒരു ഡോജി ആണ് ഉണ്ടായെടുക്കുന്നത്. അത്തരത്തില് പിന്നെ നമ്മൾ പഠിക്കാത്ത കുറെ ടൈപ്പ് ക്യാൻഡിൽസ് കാണാം. അതൊക്കെ വിടുക. പല ടൈപ്പ് ക്യാൻഡിൽസും നമുക്ക് മാർക്കറ്റിൽ കാണാം. നമ്മൾക്ക് പരിചയമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊന്ന് ജസ്റ്റ് നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഇനി നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഫൈൻഡ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് മുതലാണ് പിന്നെ നമുക്ക് വർക്കുകൾ, അതായത് ശരിക്കുള്ള നമ്മുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതൊക്കെ അല്ലേ ട്രേഡിംഗ് വ്യൂ. എന്താണ് സംഭവം? ട്രേഡിംഗ് വ്യൂവിൽ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാനുണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ടൂൾസ് ആണ്. എങ്ങനെ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെയാണ് ഇതിന്റെ യൂസ് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ക്ലാസ് ട്രേഡിംഗ് വ്യൂവിന്റെ വെക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അനാലിസിസും കാര്യങ്ങളിലേക്ക് കടക്കാം. ടൂൾസ് ഒക്കെ പറയും. എല്ലാ ടൂൾസും നമ്മൾ പറയും. എല്ലാ ടൂൾസും എങ്ങനെ യൂസ് ചെയ്യണം, അതൊക്കെ അതിൽ കുറച്ച് സെറ്റിംഗ്സിൽ മാറ്റം വരുത്താണ്ടാവും. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പല ടൂൾസിലും അതിൻ്റെതായിട്ടുള്ള മെഷർമെന്റ്സും മാറ്റാനുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അതിന്റെ ക്ലാസ് നമുക്ക് വെക്കാം. ക്യാൻഡിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിന്റെ ക്ലാസ് വെക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് ആക്ഷൻ, അങ്ങനെ പോവാം. അങ്ങനെയാണ് ക്ലാസിന്റെ ഒരു പോക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അല്ലേ ട്രേഡിംഗ് വ്യൂ? ഓക്കെ, ഓക്കെ, അപ്പോ നമ്മളുടെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ ഇത്രയാണുള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതിനും. അതേപോലെ ട്രെയിനിങ് ഇത്രയും ലോങ് ആയിട്ടുള്ള ക്ലാസ് ബോറിംഗ് ആണ് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ പോയപ്പോ കുറച്ച് ലോങ് ആയതാണ്.
ഇനി ഇത്രയും ലോങ് ആക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ സംസാരിച്ച അങ്ങനെ കുറച്ച് അധികം ലോങ് ആയി പോയതാണ്. നമുക്ക് മാക്സിമം ഷോർട്ടായി പെട്ടെന്ന് ക്ലാസ്സുകൾ തീർക്കാൻ നോക്കാം. ഓ, താങ്ക് യു ബ്രോ. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആയിരിക്കും. അപ്പോ എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ പോയാലാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. മാക്സിമം ആരും റെക്കോർഡഡ് ക്ലാസ് ഫോക്കസ് ചെയ്യാണ്ട് എല്ലാവരും മാക്സിമം ലൈവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വല്ല പിന്നെ അടിപൊളി ഷുവർ പൈസ ഉണ്ടാക്കാം ബ്രോ. നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ളതാണ് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് തീരെ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഫുൾ ടൈം ട്രേഡേഴ്സ് ആണ്, വേറൊരു പണിയില്ല, ട്രേഡിംഗ് തന്നെയാണ് പണി. അപ്പോ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുക്കണം. ഈവൻ ഞാന് 5 years ആയി ട്രേഡിങ്ങിലാണ്. അപ്പോ നമുക്ക് അത് ബ്രേക്ക് ചെയ്ത് വരാൻ, മാർക്കറ്റ് നമുക്ക് അനുസരിച്ച് വരാൻ, ഇത്രയും ഹൈ ഏർണിംഗ് സ്കില്ലാവുമ്പോൾ നമുക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണമല്ലോ. ഇപ്പൊ ഇൻ കേസ് ഒരു ഡോക്ടർ ഉണ്ടാവണമെങ്കിൽ അതിനൊരു 5 years ആവണം. അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഒരു ട്രേഡർ ഇവോൾവ് ചെയ്ത് വരണമെങ്കിൽ അതിന് കുറച്ച് ടൈം വേണം. അപ്പൊ ആ ഒരു ടൈം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇന്ന് വന്ന് നാളെ നമുക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അല്ല. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ വരുന്നവരാണ് പലപ്പോഴും നമ്മുടെ ട്രേഡിങ് ഗാംബ്ലിംഗ് ആണ്, പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ആരും പറയരുത്. നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് സെറ്റപ്പ് ആയി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് ഏർണിംഗ് സ്കില്ലാണ് ഇത്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടിയും അതിനനുസരിച്ച് ഒരു പാർട്ടിസിപ്പൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും ഓരോരുത്തരുള്ള കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ആക്റ്റീവ് ആകാൻ നോക്കുക. പല കമ്മ്യൂണിറ്റീസും ആരും ആക്റ്റീവ് അല്ല. അങ്ങനെ കെടുക്കരുത്. നമ്മുടെ കമ്മ്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് എൻവയോൺമെന്റ് ആണ്. ഈ ട്രേഡിംഗ് എൻവയോൺമെന്റ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യമാണ്. ആസ് എ ട്രേഡർ നമുക്കൊരു ഭാഗ്യമാണ് ട്രേഡിംഗ് എൻവയോൺമെന്റ് കിട്ടുക. ഇപ്പൊ ഞാനൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സമയത്ത് ഒറ്റയ്ക്ക്, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റീന്റെ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി, ഇപ്പൊ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ആൾക്കാരായാണ്. അപ്പൊ ഏത് കമ്മ്യൂണിറ്റീസ് ആയാലും അവിടെയൊക്കെ മാക്സിമം നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കുക. എല്ലാവരും തന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക, ക്ലാസ്സിൽ ആക്റ്റീവ് ആവുക. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്, ഗുഡ് നൈറ്റ്. നമ്മൾ ക്രിസ്മസിന്റെ മുന്നേ ഒരു ക്ലാസ് കൂടി വെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസിന് ശേഷം ആവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക്സ്, ഗുഡ് നൈറ്റ്. അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. യാതൊരു മടിയും വിചാരിക്കരുത്. ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. എന്റെ പേര് അമൽ കൃഷ്ണ എന്നാണ്. എല്ലാ ഗ്രൂപ്പിലും ഞാനുണ്ട്. ഞാനുണ്ട് അവിടെ അഡ്മിനായിട്ട് ഒരാൾ ഞാൻ തന്നെയാണ്. അപ്പോ ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യും. എന്ത് ഡൗട്ട് ആയാലും, ഇൻ കേസ് ഒരു ക്യാൻഡിൽ ഫൈൻഡ് ചെയ്തിട്ട് അത് പ്രോപ്പർ ആണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഒരു മടിയും കാണിക്കരുത്. നമുക്കിത് ഈ പരിപാടി കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് എത്തണം. ഓക്കെ, അപ്പോ അതിന് മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ബൈ. താങ്ക് യു. എവിടെ പേര് കാണാൻ ബ്രോ? ഏത് കമ്മ്യൂണിറ്റിയാ? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആണോ? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അല്ല. ഡെൽറ്റോ ആന്റണി അല്ല. അത് രണ്ടാൾക്കാരുള്ള അഡ്മിൻ. ഗ്രോ അപ്പ് ടുഗദർ എന്ന കമ്മ്യൂണിറ്റി അല്ലേ? ആ, നിരഞ്ജന്റെ കമ്മ്യൂണിറ്റി അല്ലേ? അതൊന്നും അറിയില്ല. ഓക്കെ. അവിടെ ഞാനില്ല. ജസ്റ്റ് എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. നോട്ട് ചെയ്യട്ടെ. ഓക്കെ, 7994044093 ഇതാണ് എന്റെ നമ്പർ. എവിടെ ഇട്ടു ഞങ്ങളിപ്പോ? ഇതാ ഞാൻ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്.
ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് 7994044093. കിട്ടിയില്ലേ ബ്രോ? ആ ചാറ്റിൽ കാണില്ലല്ലോ. ചാറ്റിൽ കാണാല്ലേ? വന്നില്ല, ചാറ്റിൽ വന്നില്ല. വന്നിട്ടില്ലേ? ഒന്ന് ഓക്കെ പറഞ്ഞാൽ നമ്മൾ ഓക്കെ. ടൈപ്പ് ചെയ്തോളാം, എടുത്തോളാം. ആ 79. ആ ഇപ്പൊ വന്നു. ആ ഓക്കെ, ഇപ്പൊ വേറെ എത്തി, ഇപ്പൊ എത്തി. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. ഓക്കെ സെറ്റ്. അപ്പോ നമ്മള് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് മെസ്സേജ് അയക്കാം ട്ടാ. നമുക്ക് ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അടിപൊളി ട്രേഡേഴ്സ് ആവേണ്ടതാണ്. സെറ്റ് ആക്കണം. അതെ, സെറ്റ് ആക്കണം. സാറേ ട്രേഡിംഗ് വ്യൂവിന്റെ ഈ ചാർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ബ്രോക്കർ ആപ്പ് പോയി ട്രേഡ് എടുക്കലാ? അതെ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അനാലിസിസ് നടത്തുക, ട്രേഡ് ഒക്കെ ഫൈൻഡ് ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവില്. അതുപോലെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ബ്രോക്കർ യൂസ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രോക്കറിലും ട്രേഡിംഗ് വ്യൂവിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഏറ്റവും അടിപൊളിയായിട്ട് കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ട്രേഡിംഗ് വ്യൂവിലാണ്. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ചാർട്ട് കാണുമ്പോൾ അതിലൊരു വൃത്തി ഉണ്ടാവില്ല. പക്ഷെ ട്രേഡിംഗ് വ്യൂവിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ ഒരു ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ഏതാണ് ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് യൂസ് ചെയ്യണം പറയണത്. നമ്മള് ഗോൾഡിലും ഫോറസ്റ്റിലും ക്യാഷിന്റെ അല്ലേ ചെയ്യണ് ഇൻട്രാഡേ? അതെ നമ്മള് ഗോൾഡിലും ഫോറക്സിലും ആണ് ചെയ്യുന്നത്. ഗോൾഡും ഫോറക്സും ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ നമ്പർ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെയും കൂടി ഒന്ന് ഓക്കെ. അപ്പൊ ഇതാണ് നമ്പർ. ജസ്റ്റ് ഇനി കിട്ടാത്തവര് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, ഓരോ കമ്മ്യൂണിറ്റി അഡ്മിൻസിന്റെ ഗ്രൂപ്പാണ്. അപ്പോ ചിലപ്പോ അതിലുണ്ടായില്ലെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അടുത്ത ക്ലാസ് ഒക്കെ സാർ തന്നെ എടുക്കുക? ഞാൻ തന്നെ ആയിരിക്കും. മിക്കവാറും ഞാൻ തന്നെ ആവും. ഓക്കെ. ഓക്കെ. ചിലപ്പോ വേറെ മെന്റർ ആയിരിക്കും. ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാവില്ല. അപ്പൊ വേറെ മെന്റർ ആയിരിക്കും എന്തായാലും. അടുത്ത ക്ലാസ്സും കൂടി ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും വരും. ഓക്കെ. ഓക്കെ. അപ്പൊ എന്നാ എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. എല്ലാവർക്കും ശരി. ഓക്കെ.